അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൈസറെ രാജാവായ, അതായത് ഹിറക്കൽ രാജാവ് ദിഹ്യത്തുൽ കൽബ് റളിയല്ലാഹു അൻഹുരെ ഒരു റൂമുകാണ് കൂട്ടിക്കൊണ്ട് പോകേണ്ടത്. അവിടെ നോക്കുമ്പോൾ 313 മുർസലീങ്ങളെ എന്തുണ്ട് ഫോട്ടോ ഉണ്ട്. അതിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് കേൾക്കറ് ഇതിൽ നിങ്ങളെ ചങ്ങായി ആരണ്ടാണ്, അതായത് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ദിഹ്യ റളിയല്ലാഹു അൻഹു കാട്ടർ ഇതാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു. അപ്പോഴാണ് അതിൽ അപ്പുറത്തുള്ള ഒരു ഫോട്ടോ കാട്ടി കേൾക്കറ് ഇത് ആരണ്ടാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ട ഉള്ളവർ ആളെ കാട്ടിയിട്ടാണ് കേൾക്കറ്. അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കൂട്ടുകാരനായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഇക്കട ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നൊരു സൈഡിൽ ഒരാളും കൂടിയുണ്ട്. അപ്പോൾ അതിനെ കാട്ടി കേൾക്കട് ഇതാറുണ്ട്. അപ്പോൾ ആണ് ദിഹ്യ റളിയല്ലാഹു അൻഹു ചൊല്ലത് ഇത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടാണ്. അപ്പോഴാണ് ഹിറക്കൽ രാജാവ്, അതായത് ഈ കൈസർ രാജാവ് ചൊല്ലത് ഇങ്ങളെ കൊണ്ടിട്ടായിരിക്കും ഈ പരിശുദ്ധ ദീൻ എന്താ അവിടെ പൂർത്തിയാവുരണ്ടാണ് ഞങ്ങളെ വേദഗ്രന്ഥത്തിലുള്ളണ്ടാണ് ആര് ചൊല്ല കിസ്ര രാജാവായി ഹിറക്കൽ രാജാവ് എന്താക്കരുത് ചൊല്ലത്. അപ്പോൾ ഇണ്ട് ഞങ്ങൾ ചൊല്ലുക പോണ്ടത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ ആ ഒരു ജീവിത ശൈലിയും ആ ഒരു പിന്നെ ജീവിതത്തിൽ നടന്ന മനോഹരമായ സംഭവത്തെ കുറിച്ച് കേട്ടായിട്ട് ഇണ്ട് ഞങ്ങൾ എന്താക്കരുത് ചർച്ചാക്കരുത്. ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിലെ ഏറ്റവും അർസബണ്ട ആളും, അതേപോലെ ജീവിതത്തിൽ ഏറ്റവും കർക്കശനായ ആളും, അതേപോലെ ഏത് കാര്യവും പേടിക്കാണ്ട് ആക്കിടങ്കത്തെ ഒരാളും കൂടിയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതോടുള്ള ഒരു ജീവിതത്തെ കുറിച്ചിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ എന്താക്കിയിട്ട് ആക്കിയിട്ടില്ല. അത് കിട്ടാത്ത എനിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തണ്ട ചെന്നതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു ഒന്നുകും പേടിക്കാത്ത ആളും ഏത് കാര്യം മുഖം നോക്കിയിട്ട് ചൊല്ലിങ്കത്തെ ഒരാളും കൂടിയായിട്ട് എന്താറ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. അതിൽ സംഭവമായിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകേണ്ട ഒരു സംഭവമുണ്ട്. അതായത് എല്ലാ ആൾക്കാരും രഹസ്യമായിട്ടാണ് എന്തായത് ഹിജ്റ പോയത്, അതായത് ശത്രുപക്ഷത്തെ ആൾക്കാർ ഗൊന്തില്ലാത്ത രീതിയിലാണ് ഹിജ്റ പോയത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകേണ്ട മുന്നിലും കയ്യിലെന്താക്കിയത് ഔത്തുള്ളെങ്കത്തെ ബാല്, അതേപോലെ അമ്പ്, ബില്ല് ഇത് എടുത്ത് വന്നിട്ട് നേരെ യോടക ബണ്ട് കഅബത്ത് മുട്ട ആറുള്ള ശത്രുവായ ആൾക്കാരുമുള്ള നേരെ വന്നിട്ട് ഏൽക്കുറി എന്താക്കുക തവാഫാക്കുക, അതായത് തവാഫെല്ലാം ആക്കിയിട്ട് നേരെ ശത്രുപക്ഷത്തെ മുന്നിൽ വന്നിട്ട് ചൊല്ലും ആർക്കെങ്കിലും നിങ്ങളെ ഉമ്മരെ ബുൽപ്പടവാട്ടുകയും മനസ്സിന്നെങ്കിൽ കണ്ടെങ്കിൽ, അതേപോലെ നിങ്ങളെ പെഞ്ഞായരെ വിധവ ആക്കുകയും മനസ്സിന്നേണ്ട കണ്ടെങ്കിൽ, നിങ്ങളെ മക്കളെ അനാഥനാക്കുക, അതായത് യതീമാക്കുക നിങ്ങൾക്ക് മനസ്സിന്നേണ്ട കണ്ടേ ഈ കാണ്ട പർവ്വതത്തെ അപ്പുറത്ത് നിങ്ങൾ എന്താക്കുറു വന്നിട്ട് നിങ്ങൾ നണ്ട് എന്താക്കുറു എതിർക്കുറുണ്ടാണ് ചൊല്ലത്. അതായത് ഞാനിപ്പോൾ ഹിജ്റ പോകണ്ടേ ആരെ നണ്ട് എതിർക്കു വന്നെങ്കിൽ അവിടെ നിങ്ങൾ എന്താക്കുറു വന്നിട്ട് നണ്ട് എതിർക്കുറുണ്ടാണ് ചൊല്ലത്. അതായത് അത്രക്കും ധൈര്യമാണ് ആർക്ക് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ ഈ ഒരു സംഭവം ചെന്നതുകൊണ്ടിട്ട് ആ ശത്രുപക്ഷത്തെ ആൾക്കാർക്ക് ആരെ എതിർക്കുക പേടിയായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ എതിർക്കുക പേടിയായിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള ആൾക്കാർ രഹസ്യമായിട്ടാണ് ഹിജ്റ പോയിട്ട് നീണ്ട് കണ്ടെങ്കിൽ ഒരു പരസ്യമായിട്ട് ആൾക്കാരായിട്ട് എല്ലാവരുടെ ശത്രുപക്ഷത്തെ ആൾക്കാരുടെ ചൊന്നിട്ട് ഹിജ്റ പോയ ഒരാളാണ് ആറ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. ഈ സംഭവത്തെ കുറിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു ചൊല്ലിയത് എല്ലാ ആൾക്കാരും എന്താണ് രഹസ്യമായിട്ടാണ് എന്തായത് ഹിജ്റ പോയത്, ആയെങ്കിൽ പരസ്യമായിട്ട് എല്ലാവരും കാണ്ടുപോലെ ഹിജ്റ പോയ ഒരേ ഒരു മനുഷ്യൻ മാത്രമാണ് അത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ്. ഇങ്ങനെ ഉള്ളൊരു ഉമർ റളിയല്ലാഹു അൻഹു, അതായത് ഏതൊരു കാര്യം കണ്ടെങ്കിൽ മുഖത്ത് നോക്കി ചൊല്ലതും പേടിക്കാതെയും ഇന്ന ഒരു ഉമർ റളിയല്ലാഹു അൻഹു. പിന്നീട് ബഹുമാനപ്പെട്ടവരെ ചരിത്രം നിങ്ങൾ നോക്കേണ്ട കണ്ടെങ്കിൽ ചെറിയൊരു മക്കളെ പോലെ ഉൾപ്പെടുന്നതും ചെറിയ മനസ്സുള്ള ആളായിട്ടാണ് പിന്നീട് നമ്മൾ എന്താ അവിടെ ചരിത്രത്തിൽ കണ്ടത്. അതായത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു എന്താ ഖലീഫ ആയ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വഫാത്തിൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ഖലീഫ അവിടുതാണ്. അങ്ങനെ ഖലീഫ ആയ സന്ദർഭത്തിൽ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രഭാഷണം നടത്തുക. അതായത് ആ പ്രസംഗം എങ്ങനെ ചൊന്നിട്ടുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ഗൊന്തിന്ത്, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യനും ഒരു നല്ല സമാധാനത്തുള്ള മനുഷ്യനായിട്ട് ഇന്ത്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ ഭയങ്കര കർക്കശനായ ആളും അതേപോലെ ഏത് കാര്യത്ത് അർസബണ്ട ആളിട്ട് ഗൊന്തുന്നത് കൊണ്ടിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കുക ഒരു പ്രസംഗം നടത്തുക. അതായത് ആൾമാരോട് ചൊല്ലോ ജനങ്ങളെ നിങ്ങൾക്ക്
ഗൊന്തുള്ളതുപോലെ നാണ് ഒരു വലിയൊരു കർക്കശനായ ആളും എല്ലാ കാര്യത്തും അർസബണ്ട ആളുണ്ട് നീ വിചാരിച്ചിട്ടിക്കുവാർ. പക്ഷേ ഈ ഒരു അർസവും ഈ ഒരു കർക്കശനാണ് കാട്ടുന്നത് ഇസ്ലാമിൻ്റെ ശത്രുങ്ങൾട്ടിക്ക് മാത്രമായിട്ടിക്കും. അതേപോലെ ദുർബലരായ പാവപ്പെട്ട ആൾക്കാരിൽ ഈ ഉമർ എന്താവല അങ്ങനത്തെ ഒരു ഉമറായിട്ട് നിങ്ങൾ കാണലാണ്ടാണ്. പിന്നീട് ചരിത്ര കാണ്ടത്, അതായത് ഖലീഫ ആയാൽ പിന്നെ ആ ഒരു ഉമർ റളിയല്ലാഹുവിൻ്റെ കാണ്ടതും ഏതൊരു ചെറിയ വിഷയത്തുക്ക് പോലും മക്കളെ പോലെ ബുൽപുട്ടെങ്കിത്തെ ആ ഒരു മനസ്സൊരു ഉടമയായിട്ടാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ കാണുന്നത്. നോക്കുന്നുള്ളതുപോലെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനോട് അമീറുൽ മുഅ്മിനീൻ ഉണ്ടാന്ന് ചൊല്ലത്. ഈ അമീറുൽ മുഅ്മിനീൻ ചൊല്ലുന്ന പേര് തുടങ്ങിയത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണ്. അത് എങ്ങനെയാണ് ആ ഒരു പേര് വന്നതെന്ന് ചൊന്നിട്ട് കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനുടെ പേര് വിളിച്ചുകൊണ്ടിരുന്നത് ഖലീഫത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വഫാത്തായാൽ പിന്നെ ഉമർ റളിയല്ലാഹു ഖലീഫായ സന്ദർഭത്തിൽ ഫസ്റ്റ് വിളിച്ചു വരുന്നത് ഖലീഫത്തി റസൂലില്ല, ഇങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫ ഇങ്ങനെയാണ്, പകരക്കാരൻ അങ്ങനെയായിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമുള്ളത് സ്വഹാബികൾക്കിടയിൽ ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പിന്നീട് പണ്ട് എല്ലാ സ്വഹാബികളും എങ്ങനെ വിളിക്കേണ്ടി വരും, ഖലീഫത്തു ഇങ്ങനെ വിളിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇക്കുന്ന സന്ദർഭത്തിലാണ് ഇറാഖിൽ നിന്നിട്ടുള്ള ചില സ്വഹാബികൾ ഇവിടെ പണ്ട് മദീനത്തേക്ക് പണ്ട്, അതായത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനെ കാണുകയായിട്ടാണ് വേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട ലബീദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, അതേപോലെ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഒരു രണ്ട് സ്വഹാബിങ്ങളോട് ഇറാഖിയുടെ മദീനത്ത് പണ്ടാണ് ഉമർ റളിയല്ലാഹുവിനെ നോക്കുക. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഈ രണ്ട് സ്വഹാബിങ്ങൾ വന്നിട്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിൻ്റെ ചൊല്ലതാണ്, നിങ്ങൾക്ക് എന്താക്കണം അമീറുൽ മുഅ്മിനീനെ ഒന്ന് കാട്ടിത്തരണക്കത്തില്ല അങ്ങോട്ട് അല്ലിട്ട് എന്താക്കൊണ്ടു മുണ്ടോ കൊണ്ടുണ്ടാണ് ചൊല്ലാൻ. അപ്പോഴാണ് ഈ ഒരു പേര് വേണ്ടത് അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ അമീർ ചൊന്നോട്ടും. അങ്ങനെയാണ് പിന്നീട് ഈ ഒരു ബിലി ആർക്ക് ഇഷ്ടപ്പെട്ടൊരു ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന് ഇഷ്ടപ്പെടുകയും പിന്നീടാണ് ഈ അമീറുൽ മുഅ്മിനീൻ ചൊല്ലൊരു പേര് വേണ്ടത്. പിന്നീട് വന്ന എല്ലാ ഖലീഫന്മാർക്കും, അതായത് ഉമർ റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു, അലി റളിയല്ലാഹു, ഇങ്ങനെല്ലാവരും പിന്നെ എന്താണ് അമീറുൽ മുഅ്മിനീൻ ഉണ്ടാണ് പേര് വന്നത്. അപ്പോൾ ഈ അമീറുൽ മുഅ്മിനീൻ ചൊല്ല പേര് പറയും കാരണം ഇങ്ങനെ ടിക്കുക. അതേപോലെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ആണ് ഇസ്ലാം ഒന്നും കൂടി നല്ലോണം പ്രചരിച്ചത് ചൊല്ലാം. എല്ലാ ജാഗിങ്ങും എത്തിയത് ആരെ കാലഘട്ടത്തിലാണ്, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഏകദേശം എത്ര ചൊന്നെങ്കിൽ 35 ദേശത്തോളം ആൾവിക്കാക്കിയെന്നെങ്കിലത്തെ ആളാണ് ആറ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു. ഏകദേശം ചൊന്നെങ്കിൽ 22 ലക്ഷം കിലോമീറ്ററാണ് ചതുര മൈലാണ് ആരത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ കീഴിൽ നിന്നെങ്കിലത്തെ രാജ്യം ചൊല്ലത്, അതായത് ദേശങ്ങൾ ചൊല്ലത്. അപ്പോൾ ഏകദേശം 35 ദേശങ്ങൾ ആരെ കീഴിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കീഴിൽ. ഈ സന്ദർഭത്തിലാണ് പേർഷ്യത്തെ രാജാവരെ ഒരു ദൂതൻ, ഒരു റസൂൽ ഒരു ദൂതൻ എവിടെ വേണ്ടേ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ നോക്കുകയായിട്ടാണ് വേണ്ടത്. അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ നോക്കുകൻ്റെ സന്ദർഭത്തിൽ അവിടെയുള്ള എനിക്കത്തെ ആൾക്കാരായിട്ട്, അതായത് സ്വഹാബിയായ ആൾക്കാരായിട്ട് കേൾക്കുന്നതാണ് എവിടെയാണ് നിങ്ങളെ രാജാവരെ കൊട്ടാരയോടുണ്ടാണ് കേൾക്കരുത്, കോട്ടയോടുണ്ടും. അപ്പോഴാണ്, അതായത് അരമന അല്ല യോടുണ്ട്, നിങ്ങളെ രാജാവിടെ അരമനയോടുണ്ടാണ് കേൾക്കുന്നത്. അപ്പോഴാണ് സ്വഹാബിങ്ങൾ ചൊല്ലുന്നത്, ഞങ്ങൾക്ക് രാജാവ് ചൊല്ലെങ്കിലത്തെ ആളെന്തുമില്ല, ഞങ്ങൾക്കുള്ളത് എന്താണ് അമീറുൽ മുഅ്മിനീനാണ്, ഒരു അമീർ മാത്രമേ ഉള്ളൂ. അയാളിപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ പള്ളിയുടെ അവിടെ ഇല്ല അവിടെ മുട്ട എവിടെ കിക്കൊണ്ടാണ് ചൊല്ലത്. അങ്ങനെ ഈ വന്ന ആൾ, അതായത് ഈ ഒരു പേർഷ്യ രാജാവരെ ഒരു ദൂതനാണ് വേണ്ടത്. ഈ വന്ന ആൾ പള്ളിക്ക് നോക്കും, പള്ളിയിൽ ആരില്ല, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനില്ല. അങ്ങനെ തെല്ലപ്പുറം നോക്കുമ്പോൾ ഒരു മരത്ത് നല്ല ചൂടാണ്, ഒരു വെയിലുണ്ട്. ആ ഒരു ചൂടിക്കുന്ന സന്ദർഭത്തിൽ ഒരു മരത്തെ തെന്നലായിട്ട് ഒരാൾ എന്തിട്ടുണ്ട് കിടന്നിട്ടുണ്ട്. മാത്രമല്ല അയാളുടെ ഡ്രസ്സ് ചൊല്ലത് എന്തോ ഒരുപാട് ജാഗ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞ ജാഗയെല്ലാം തുന്നിയിട്ടുണ്ട്. ഇങ്ങനെ കിടക്കുന്ന ഒരാളാണ്. അതേപോലെ തലയുടെ അടിയിൽ എന്തില്ല, തലങ്ങാണില്ല, ബദലിക്ക് എന്താ ഒരു കോലാണ് കയ്യിൽ ഉള്ളത്. ഇത് കണ്ടിട്ട് ആ അടിമയ്ക്ക് എന്താ അത്ഭുതപ്പെട്ടു പോയിട്ട് ഈ വർക്ക് കണ്ടിട്ട്. അപ്പോൾ അത് ചൊല്ലിട്ട് ഇത്ര വലിയൊരു രാജ്യത്തിൽ അല്ലെങ്കിൽ ഇത്ര വലിയ ദേശത്തെ ഒരു ഭരിക്കരംഗത്തെ ഒരു അമീറാണ് ഈ ഇങ്ങനെ എന്താക്കരുത് കിടക്കരുത്, ഒരു കൊട്ടാരമില്ല, അതേപോലെ ഒരു എന്തില്ല രാജകീയമായി ഒന്നുമില്ല, അതേപോലെ കാവൽക്കാരായ ആൾക്കാരില്ല. എന്നിട്ട് ആ മനുഷ്യൻ ചൊല്ലുന്നുണ്ട്, എല്ലാ ആൾക്കാരട്ടിക്ക് നീതി ആക്കിയത് കൊണ്ടിട്ട്, എല്ലാ ആൾക്കാരും ഒരുപോലെ കണ്ടത് കൊണ്ട്, എല്ലാ ആൾക്കാർക്ക് ന്യായ
കൊടുത്തത് കൊണ്ടിട്ട് ഇയാൾ ഈ സമാധാനത്തിൽ എന്താക്കിയിട്ടുണ്ട്, ഈ ഒരു മരത്തെ തന്നെ എന്താക്കിയിട്ട് കിടന്നുകൊണ്ടു. അതേപോലെ ഞങ്ങളുള്ള രാജാക്കന്മാർ ന്യായ കൊടുക്കാണ്ട്, നീതി സമം കൊടുക്കാണ്ട് എത്രേ പട്ടാളക്കാർ, എത്രേ സൈനികന്മാർ ഇന്നെങ്കിൽ എന്തില്ല അങ്ങോട്ടും നല്ലൊരു വർക്ക് പറഞ്ഞോക്കും ആയിട്ട് ഇല്ലാണ്ടാണ്. അപ്പോൾ ഈ ഉമർ റളിയല്ലാഹു ഈ ഒരു കിടത്തും അതുപോലെ ഇസ്ലാമിൻ്റെ ഈ ഒരു ഭംഗി കണ്ടിട്ട് ആ വന്ന ആളെന്തായത് മുസ്ലിം ആയിട്ടുണ്ടാണ് ചരിത്രത്തിൽ ചൊല്ലത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ചൊല്ലത് നീതിയുടെ പിന്നൊരു പേരാണ്. അതായത് ന്യായ ഒരാൾക്ക് കൊടുക്കുന്ന വിഷയത്തിൽ പിന്നൊരു പേര് ചൊല്ലത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. അതൊക്കെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ചൊല്ലത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ മോനാണ് അബു ഷഹ്മ റളിയല്ലാഹു. ഈ അബു ഷഹ്മ ഈജിപ്തിൽ ഇക്കറ സന്ദർഭത്തിൽ ഒരു ചെറിയൊരു കാര്യം ചെയ്യണം. അതായത് ഇയാളെന്താ ഒരു കല്ല് കുടിക്കറ്. അങ്ങനെ കല്ല് കുടിച്ചത് കൊണ്ടിട്ട്, ഈ കല്ല് കുടിച്ചത് തെറ്റിണ്ട് കൊന്തായത് കൊണ്ടിട്ടും ഈ ബഹുമാനപ്പെട്ട അബു ഷഹ്മ റളിയല്ലാഹു ഇക്കറതിയോടെ ഈജിപ്തിലാണ് ഇക്കറത്. അപ്പോൾ ഈജിപ്തിൽ ഗവർണറായിട്ടുള്ളത് അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിനാണ്. അങ്ങനെ അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിൻ്റെ മുട്ട പേടിച്ചുള്ളതാണ് കല്ല് കുടിച്ചത് നക്ക് എന്താക്കണം ഇതുക്കുള്ള ശിക്ഷ നക്ക് നിങ്ങൾ എന്താക്കണം തരണം. അങ്ങനെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു എന്താക്കിയത് ഇതൊരു ഖലീഫയുടെ മോനായത് കൊണ്ടിട്ട് പരസ്യമായിട്ട് എന്താക്കില്ല, ശിക്ഷ കൊടുത്തില്ല, രഹസ്യമായിട്ടാണ് ശിക്ഷ കൊടുത്തത്. അപ്പോൾ ഈ ഒരു സംഭവം ഗൊന്തായിക്കത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു എന്താക്കിയത് ഈ മോൻ്റെ ഇവിടെ ബിൽപ്പാട്ടിത്ത് മദീനത്ത് ബിൽപ്പാട്ടിയിട്ട് ചൊന്തു ഖലീഫയുടെ മോനുകും ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താ ഒരേപോലത്തെ നിയമമാണ്. ഖലീഫയുടെ മോനുക്ക് സ്പെഷ്യലായിട്ടുള്ള എന്തുള്ള നിയമം എന്തുമില്ല. അങ്ങനെ പബ്ലിക്കായിട്ട് എല്ലാവരും ആൾക്കാർ കാണും പോലെ എന്താണ് 80 അടിയാണ് ആറുക്ക് ചാട്ടവാറിൽ അടിയാണ് ആറ് കൊടുത്തത്. അതായത് ചാട്ടിൽ 80 അടിയാണ് ആറ് കൊടുത്തത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ മോനുക്ക് എന്താക്കിയത് കൊടുത്തതും. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ ആ മോന് അത് തീരില്ല. അതായത് ഒരു മരണത്തെ ആ ഒരു ഇതിൽ ഇക്കര സന്ദർഭത്തിൽ ഇല്ലെങ്കിൽ അടി സൈക്കോ തീരാണ്ട് ബാപ്പട്ട് ചൊല്ലക്കത്തിൽ ഇത് കൊരടിയാക്കോ തീരെയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ചൊല്ലത്, അള്ളാഹുടെ നാലനിക്ക് അള്ളാഹ് തൻ്റെ ശിക്ഷരെക്കാളും ഏറ്റവും നല്ലതാണ് മോനെ, നിക്ക് എന്താ കൂടെ ഈ ശിക്ഷ അനുഭവിച്ചിട്ട് പോകേണ്ടതുകൊണ്ടാണ്. അങ്ങനെ അതായത് നീതിയുടെ പേരിൽ, അതായത് ന്യായ കൊടുക്കുന്ന പേരിൽ എല്ലാവർക്കും ഒരേപോലെ കാട്ടിയെങ്കിൽ താളാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു. ഈ ഒരു ചരിത്രമേ ചൊല്ല ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ ആ ഒരു ന്യായം നീതിയെ വിഷയം ചൊല്ലേണ്ട കണ്ടെങ്കിൽ പിന്നീട് ഇതുപോലെ ഒരുപാട് സംഭവം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതേപോലെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിട്ട്, അതായത് തൻ്റെ ഈ ഒരു അധികാരം കിട്ടിയാൽ പിന്നെ, അതായത് ഒരു ഖലീഫ ആയാൽ പിന്നെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരാളാണ്. അതായത് ചെറിയൊരു കാര്യത്ത് പോലും പേടിച്ചെങ്കിത്ത ഒരാളാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു. അതുകൊള്ള നമുക്ക് എല്ലാവരും ഗൊന്തുള്ള ഒരു ചരിത്രമാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ഒരു കിടാവ് ബുൽപ്പെട്ട് ഒരു സംഭവം നോക്കരുത്. ഒരു ഉമ്മ തന്നി ഇങ്ങനെ അത് പേപ്പറ്റുണ്ടെങ്കിൽ അതിൽ കല്ല് വെച്ചിട്ട് കളിക്കൊണ്ടാണ് നിൽക്കരുത്. അപ്പോൾ ഉമർ റളിയല്ലാഹു പോട്ടി കേൾക്കരുത്, എന്ത് ഈ മക്ക ബുൽപ്പെട്ടുണ്ടുള്ളത്, അത് നീ എന്ത് ഭക്ഷണം കൊടുത്തോണ്ടില്ല. അപ്പോഴാണ് ചൊല്ലത് ഈ ഒരു ഇതിൽ എന്താണ് ഉള്ളത്, വെറും കല്ലും തണ്ണി മാത്രമേ ഉള്ളത്. മക്ക ഇത് ഭക്ഷണം ഉണ്ടാക്കിയത്, ഇത് ആഹാരം ഉണ്ടാക്കാണ്ട് വിചാരിച്ചിട്ട് അങ്ങ് ബുൽപ്പെട്ട് അങ്ങ് എന്താക്കാറ് ഉറങ്ങുവാറുണ്ട് ചൊല്ലത്. ഈ സന്ദർഭത്തിൽ ആ പെണ്ണിങ്ങ ചൊല്ലു, അതായത് ഉമർ റളിയല്ലാഹുവിനോട് ചൊല്ലു, അതായത് ഞങ്ങൾ ഈ ഒരു പട്ടിണിയും കാര്യം നോക്കാതെ, ഞങ്ങൾ ഈ ഒരു അവസ്ഥ നോക്കാതെ ഞങ്ങൾ ഈ ഖലീഫക്ക് ഞാൻ എന്താക്കും അള്ളാഹുരെതിരിൽ എന്താക്കും ഞാൻ നാളെ ഉത്തര ചൊല്ലേണ്ടി വരും. അതായത് ഞാൻ അള്ളാഹുവിൻ്റെ പരാതി ചൊല്ലുവേണ്ടാണ് ചൊല്ലത്. ഈ ഒരു സംഭവം കേട്ട് ഉമർ റളിയല്ലാഹുവിന് എന്തായില്ല പേടിച്ച് പോയിട്ടുണ്ടാണ്. പേടിച്ച് സൈക്കോ തീരാണ്ട് നേരെ ഓടുകയാണ് പോകേണ്ടത്, ബൈത്തുൽ മാലിലാണ് പോകേണ്ടത്. അതായത് ആഹാരം കാര്യങ്ങൾ എടുത്ത് വെക്കുന്നതാണ് ബൈത്തുൽ മാൽ. അങ്ങനെ അവിടെ പോയിട്ട് ഒരു ഗോതമ്പ്, അതായത് ഒരു ചാക്ക് തിന്നുടെ ആ ഒരു സാമാൻ ഗോതിരി ആ ഒരു പൊടിയുമാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ബണ്ട സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ സഹായത്തിക്കറങ്ങിയത് അസ്ലം റളിയല്ലാഹു ചൊല്ലി ഈ ഒരു ചാക്ക്, അതായത് ഈ ഒരു ഗോണി ചീലനാണ് എന്താ പുറത്തോണ്ട് പോകേണ്ടതാണ് ചൊല്ലത്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു ചൊല്ലും, നാളെ അള്ളാഹുടെ ആ ഒരു ശിക്ഷ ഇല്ലെങ്കിൽ അള്ളാഹു എന്നിട്ട് കേൾക്കുക നൻ്റെ ഇതില്ല പാപല്ലേ, ആ പാപത്തെ നീ എന്താ ചുമക്കുവേണ്ടാണ് കേൾക്കുന്നത്, നീ നൻ്റെ പാപത്തെ പുറത്തോണ്ട് പോവേ ഇല്ലല്ലേ, അതുകൊണ്ട് ഈ ഒരു ഗോണി ചില നാനേ എടുത്തു പോവാം. അങ്ങനെ എടുത്തു പോയിട്ട് അതിൽ നിന്നിട്ടുള്ള ഭക്ഷണം ആക്കിയിട്ട് ആ മക്കും അതേപോലെ ആ പെണ്ണിയോ മാറി കൊടുക്കണം, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ആക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് ചൊല്ലും, നിങ്ങൾ നാലെന്താക്കണം അമീറുൽ മുഅ്മിനീൻ്റെ വന്നിട്ട് കാണണമെന്നുണ്ടാണ് ചൊല്ലത്. അങ്ങനെ ഈ പെണ്ണിങ് പിറ്റേണ്ട് വന്നിട്ട് അമീറുൽ മുഅ്മിനീൻ്റെ കണ്ട സന്ദർഭത്തിൽ നോക്കുന്ന സന്ദർഭത്തിൽ ഇന്നലെ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അതേ ആളാണ് എവിടെയുള്ളത്, എതിരിലുള്ളത്. അപ്പം ആ പെണ്ണിങ് എന്താ ക്ഷമ കേൾക്കരുത്, ഞാൻ ഇന്നലെ തപ്പിയിട്ടാണ് ചൊന്നു പോയതുണ്ട്. ആ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ചൊല്ലത്, നിങ്ങളല്ല
ക്ഷമ കേൾക്കണായത്, മറിച്ച് നാനാണ് നിങ്ങളുടെ ക്ഷമ കേൾക്കണായത്, പുറത്ത് കേൾക്കണായത്. കാരണം എന്തൊരു ചൊന്നുണ്ട് കണ്ടെങ്കിൽ നൻ്റെ കണ്ണെതിരുള്ള, അതായത് നൻ്റെ ഈ ഒരു രാജ്യത്തിൽ, നൻ്റെ ഈ പുത്തത് ദേശത്തിൽ ഇങ്ങനത്തെ ഒരാൾ പട്ടിണി കിടക്കരുത്. അതായത് നൻ്റെ രാജ്യത്തിൽ ഒരാൾ പട്ടിണി കിടന്നിട്ട് ഉള്ളതെന്ന് ചൊല്ലത് നക്ക് ഇപ്പോഴാണ് ഗൊന്തായത്. ആ ഒരു നക്ക് നിങ്ങൾ ഗൊന്തായില്ലല്ലേ, അതായത് നിങ്ങൾ പട്ടിണി കിടന്നിട്ടുള്ളാരും ചൊല്ലത് നക്ക് നിങ്ങൾ കണ്ടുപിടിക്കുക ആയില്ലല്ലേ. അതുകൊണ്ട് നാനാണ് നിങ്ങളുടെ എന്താക്കണം ഇത് ക്ഷമ കേൾക്കണമെന്നുണ്ട് ആര് ചൊല്ല ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ചൊല്ലിയത്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം എന്താ ചൊന്നേണ്ട കണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു പരസ്യമായിട്ട് ചൊന്ന ഒരു വിഷയമാണ് നൈൽ നദിയുടെ ആ ഒരു ദടത്തിൽ, ആ ഒരു തീരത്തിൽ ഏതെങ്കിലും ഒരു ആട് പൈച്ചിട്ട് എന്തെങ്കിലും മരിച്ചേണ്ട കണ്ടെങ്കിൽ, അത് ചത്തേണ്ട കണ്ടെങ്കിൽ അതൊക്കെ ഉത്തര ചൊല്ലു കൊടുക്കണായത് ആരാണ്? അള്ളാഹുടെ മുന്നിൽ ഉത്തര കൊടുക്കണായത് ആരാണ്? ഈ ഒരു ഉമറിൻ്റാണ്. അത്രക്കും അള്ളാഹുടെ പേടിച്ചെങ്കിത്ത ഒരു ഭരണാധികാരിയാണ് ആ ഉമർ റളിയല്ലാഹു. നമുക്കൊന്നുള്ളതുപോലെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു രാത്രി കാലഘട്ടത്തിൽ, അതായത് ജാവറ ടൈമിൽ വേഷം മാറിയിട്ട് റായി ചുറ്റിയോണ്ടിന്ത്, അതായത് ആൾക്കാർ ക്ഷേമം എങ്ങനെ ഉണ്ടോ, ആൾക്കാരെല്ലാം എങ്ങനെ ജീവിച്ചുകൊണ്ടുള്ളവരുണ്ടെല്ലാം നോക്കൂ പോയോണ്ടിന്ത്. അങ്ങനെ നടന്ന സംഭവമാണ് ഈ ഒരു കിടാവിടെ കാര്യം, അതായത് ആ ഉമ്മ കിടാവിടെ കാര്യം നോക്കിയത്. അതേപോലെ പിന്നൊരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു നാൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിനും അതേപോലെ അസ്ലം റളിയല്ലാഹുവിനും പോകേണ്ട സന്ദർഭത്തിൽ ഒരു ജാഗയിൽ ഒരു ആൾ എന്താക്കണം ടെൻറ്റ് ഇട്ടിട്ട് നിന്നിട്ടുണ്ട്. അതിലുമിട്ട് ഒരു വണ്ടമുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു പോകേണ്ട സന്ദർഭത്തിൽ അയാൾ എന്താക്കുക കയ്യിലുള്ള ബാലും കാര്യം എടുത്തിട്ട് സിദ്ധമായിട്ട് നിൽക്കുക അയാളുടെ എതിർക്കോപേനായിട്ട്. കാരണം അക്കാലഘട്ടത്തിൽ ഇന്ന് ആൾക്കാരാണ് ഈ പിടിച്ച് പരി, അത് ആൾക്കാരെ സ്വത്തും കാര്യം എടുത്തിട്ട് ഓർഡറിങ്ങാത്ത ആൾക്കാർ ഇന്നാറ്. അപ്പോൾ അങ്ങനത്തെ ഒരാളുണ്ടാണ് ഈ അയാൾ എന്താക്കിയത് വിചാരിച്ചത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ഇയാളെ മുട്ട പോയിട്ട് കേൾക്കറ് ആരാണ് നിങ്ങൾ, എന്താണ് ഇവിടെ നിങ്ങൾ ഇവിടെ കിടക്കടേ, എന്തൊരു വിഷയം ഉണ്ടല്ലോ കേൾക്കുക. അപ്പോഴാണ് ഇയാളൊരു നല്ല മനുഷ്യൻ വിചാരിച്ചിട്ട് അയാൾ ചൊല്ലു, ഞാൻ ഒരു യാത്രക്കാരനാണ്, യാത്ര വന്ന സന്ദർഭത്തിലാണ് എൻ്റെ പെഞ്ഞ എന്താണ് പ്രഗ്നൻ്റാണ്, ഗർഭിണിയാണ്, ഇപ്പോൾ നല്ല പ്രസവിക്കുക എത്ര നല്ല നമ്പളം കാര്യം വന്നിട്ടുള്ളതാണ് ഈ ഒരു ടെൻഡറുള്ള കൊല്ലത്. അപ്പോൾ ഞങ്ങൾ കൂടെ സഹായിക്കുക ആരും ആൾക്കാരെന്തും ഇല്ലാണ്ടാണ് ഇയാൾ ചൊല്ലത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു നേരെ യോടെ വേണ്ടത് ഔത്തു വന്നിട്ട് പെഞ്ഞയെ ബഹുമാനപ്പെട്ട ഉമ്മു കുൽസും റളിയല്ലാഹുവിനോട് ചൊല്ലും, നിക്ക് അള്ളാഹു നിന്നിട്ടുള്ള ഒരു കൂലി വേണാണ്ടാണ് കേൾക്കരുത്. അപ്പോൾ കേൾക്കരുത് എന്തേ, ഇപ്പോൾ ഒരു പെണ്ണിങ്ങനെ പ്രസവിക്കുക കിടന്ന് ഞങ്ങൾ ബേനെ സഹായിക്കാനുണ്ടാണ് ചൊല്ലുക. ഇത് കേട്ട സന്ദർഭത്തിൽ ഉമ്മു കുൽസും റളിയല്ലാഹു എന്താക്കുക നേരെ പോയിട്ട് ആ ഒരു ശുശ്രൂഷക്ക് ബേനായിട്ട്, അല്ലെങ്കിൽ ആ കിടാവുക ബേനായിട്ട്, അല്ലെങ്കിൽ പ്രസവിക്കുക ബേനായിട്ടുള്ള മരുന്നും കാര്യമെല്ലാം എടുക്കുക. അതേപോലെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു എന്താക്കുക ഒരു ഗോണി ഗോതമ്പും അതെടുത്തിട്ട്, അതായത് ഗോതിരാവർ പൊടിയും കാര്യം എടുത്തിട്ട് നേരെ എവിടെ പോകുന്നുണ്ട് ആ ഒരു ആൾക്കാരുള്ള ജാഗയ്ക്ക്, അതായത് ആ ഒരു പെണ്ണിങ്ങും ആ ഒരു മാപ്പിളമുള്ള ആ ഒരു ജാഗയ്ക്ക് ഇങ്ങനെ പോകണ്ടാറ്. അങ്ങനെ പോയിട്ട് ബഹുമാനപ്പെട്ട ഉമ്മു കുൽസും റളിയല്ലാഹു എന്താക്കുക നേരം ആ ടെൻട്രോൾക്ക് പോയിട്ട് അയിമുഖ ബേനായ ശുശ്രൂഷം കാര്യം, അതായത് കിടവരെടുക്കുക ബേനായിട്ടുള്ള കാര്യത്തിൽ നിൽക്കുക. ഉമർ റളിയല്ലാഹു ആണെങ്കിൽ എന്താക്കുക നേരെ ഈ ഇങ്ങോക്ക് ബേനായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക, അതായത് എടുത്ത് വന്ന ആ ഗോധി ചീലയിൽ നിന്നിട്ട് പൊടിയും എടുത്തിട്ട് ഇങ്ങോക്ക് ബേനായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക ആരെന്നിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ആക്കുക തുടങ്ങിയത്. ഈ സന്ദർഭത്തിലാണ് ആ പെണ്ണിങ് പ്രസവിച്ച സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മു കുൽസും റളിയല്ലാഹു ആ ഒരു ടെൻറ്റിൽ നിന്നിട്ട് ചൊല്ല്, അമീറുൽ മുഅ്മിനീൻ നിങ്ങളെ ചങ്ങായിക്ക് നിങ്ങൾ എന്താക്കുക ഒരു സന്തോഷ വാർത്ത കൊടുക്കുക, ഒരു ആൺകിടാവുകയാണ് എന്തായത് ജന്മം കൊടുത്തതുണ്ടാണ് ചൊല്ലത്. അയാൾ ഗൽബുതായി പോയിട്ട് അയാൾ ചൊല്ലു നൻ്റെ എതിരുള്ളത് അമീറുൽ മുഅ്മിനീന. അപ്പോഴാണ് അയാൾ ബാക്ക് വേണ്ടത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ചൊല്ലു, നിങ്ങൾ ബാക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഹിദ്മത്താക്കരുത്, നിങ്ങൾ ഉപയോഗിച്ചിട്ട് എല്ലാ സൗകര്യം ആക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട് നക്കുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അങ്ങ് വേണ്ട എല്ലാ സഹായം ആക്കി കൊടുത്ത ഒരാളാണ്. അപ്പോൾ ഇത്രക്കും ഒരു ഖലീഫ ചൊല്ല എല്ലാ രീതിയിലും ആൾക്കാർക്ക് സഹായവും സഹകരണവും അതേപോലെ എല്ലാ ആൾക്കാരുടെ കാര്യം നോക്കിയ ഒരാളാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു. ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവം നടന്നത് ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു വഫാത്ത് സന്ദർഭത്തിലാണ്. അതായത് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ വിഷയം കേട്ട് ഉമർ റളിയല്ലാഹുവിനാണ് ഓടി വേണ്ടത്, വന്നിട്ട് കയ്യിലൊരു പടവാലുമായിട്ട് അല്ലെങ്കിൽ ബാലുമായിട്ട് പിടിച്ചോളേ ആരെങ്കിലും ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരം ചൊന്നേണ്ട കണ്ടെങ്കിൽ അങ്ങനെ തലനാണ് എന്താക്കുക കൊത്തിയിട്ടെടുക്കുവേണ്ടാണ് ചൊല്ലത്. അതായത് ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായിട്ടില്ല വഫാത്തായിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുരെ കാണുകബേനായിട്ട് 40 നാൾ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിട്ടില്ല വഫാത്തായിട്ടില്ലാണ്ടാണ് ആര് ചൊല്ലത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ചൊല്ലത്. അപ്പോൾ അത്രക്കും ഒരു പിർസാണ്. ഈ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്നിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ സമാധാനമാക്കോ നോക്കുക, എന്നിട്ടും ആവില്ല. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആൽ ഇംറാൻ സൂറത്തിലെ 144 ഒരു ആയത്ത് ഓതിയിട്ടാണ് ചൊല്ലത്, ഓ ജനങ്ങളെ
ആരെങ്കിലും മുഹമ്മദിനെയാണോ നിങ്ങൾ ആരാധിച്ചിരേണ്ട കണ്ടെങ്കിൽ ആ നിശ്ചയം ആ മുഹമ്മദ് എന്തായിരിക്കുന്നു, വഫാത്തായിരിക്കുന്നു. അത് അതായത് മരിച്ചിട്ടുണ്ടാണ് ചൊല്ലത്, വഫാത്തായിരുണ്ടാണ് ചൊല്ലത്. അതല്ല നിങ്ങൾ അള്ളാഹുരെയാണോ നിങ്ങൾ എന്താക്കിയത് ആരാധിച്ചിരേണ്ട കണ്ടെങ്കിൽ അള്ളാഹു ഇപ്പോഴും ജീവിച്ചിട്ടുള്ള എന്നേക്കും ജീവിക്കുന്നതാണ്. ഈ ഒരു ആയത്ത് ഓതിയത് കൊണ്ടിട്ടും അതേപോലെ ഈ ഒരു വിശദീകരണം ചൊന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സമാധാനായത്. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരുന്നുണ്ടാവരുത്. ഈ ഒരു സംഭവം കേൾക്കലോട് കൂടി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ ആ ഒരു കാലിൽ ബല ഇല്ലാതായിട്ട് കീഴിൽ പൂന്തുണ്ടാണ് ചൊല്ലത്. അപ്പം ആ ഒരു സന്ദർഭത്തിൽ അത്രക്കും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ആയത്, വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. പിന്നീട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചൊല്ലിയ ഒരു കാര്യമുണ്ട്. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരുന്നുണ്ട് ഗൊന്തുണ്ട് എൻ്റെ മനസ്സ് നിന്ന ഗൊന്തുണ്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിട്ട് വഫാത്തായിരുന്നു ചൊന്നിട്ടു. പക്ഷെ എൻ്റെ മനസ്സെന്താവില്ല, ഒപ്പില്ല. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരുന്നിട്ട് ചൊല്ലുക ബേനായിട്ടും ഇല്ലെങ്കിൽ വഫാത്തായിരുന്നിട്ട് എൻ്റെ മനസ്സെന്താവില്ല, ഒപ്പില്ല. അതൊക്കെ ബേനായിട്ടാണ് ഞാൻ എന്താക്കിയത്, ഇങ്ങനെ ആക്കിയതുകൊണ്ടാണ് ആര് ചൊല്ലിയത്, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്. നിങ്ങൾ ചിന്തിക്കാനായ ഒരു കാര്യമുണ്ട്, ഏതാണ് ഈ ഉമറിട്ടാണ് ഒന്ന് നോക്കണമായത്. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുകബേനായിട്ട് വന്ന ഉമറാണ്. പിന്നീട് എന്താവിടത് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് ആയിട്ട് ചൊന്നവിടെ തലേന്നാ എന്താക്കറ എടുക്കറാണ്ട് ചൊന്ന് വന്ന് ആ ഒരു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇസ്ലാമി ആ ഒരു എത്ര ബാലും ഉമർ റളിയല്ലാഹു അൻഹു ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ എത്ര ഓറും പിരിസ ഇന്തുണ്ട് നമ്മൾ ഇതിൽ കാണാൻ സാധ്യമുണ്ട്. നിങ്ങൾ പിന്നെ ഒരു ചിന്തിക്കാനായ ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലത് ഏറ്റവും, അതായത് ഇസ്ലാമിൽ ഏറ്റവും ഒരു സൗഭാഗ്യം കിട്ടിയെങ്കിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. എത്രത്തോളം ചൊന്നേണ്ട കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു കാലിലെ കീഴിൽ ഉറങ്ങുക കിട്ടിയെങ്കിൽ ഒരു ഭാഗ്യം ആറ് കിട്ടിയത്, ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയത്. അതായത് കൊല്ലുക ബന്ന് ഉമർ, പിന്നീട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു കാൽ കീഴിൽ ഉറങ്ങുക കിട്ടിയെങ്കിൽ ഒരു സൗഭാഗ്യം കിട്ടിയെങ്കിൽ ഒരു സ്വഹാബിയാണ് ആറ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇത്രയായിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം ചൊല്ലുന്നത് ഒരുപാട് ചരിത്രമുണ്ട്. അതിൽ നിന്ന് ചുരുക്കത്തിൽ ചെറിയ കാര്യം മാത്രമേ എന്താക്കിയിട്ടുള്ളൂ ചൊന്നിട്ടുള്ളൂ. കാരണം ഇതിൽ മുന്നോട്ട് ബഹുമാന ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു പാതി സ്റ്റോറി വെച്ചത് കൊണ്ടാണ് ഇത്രയും എന്താക്കിയത് ചൊന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ ഈ ഒരു ചരിത്രം കാര്യം നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബണ്ട് നാളെ പുതിയൊരു ചരിത്രമായിട്ട് വേണ്ട. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ജന്നത്തുൽ നഈം എന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ബണ്ട് നാളെ പുതിയൊരു ചരിത്രമായി ബണ്ടെടുത്തോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.